നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റിൽ നമ്മുടെ പേര് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും എംപ്ലോയ്മെൻറ്റ് കാർഡ് എങ്ങനെ പുതുക്കാമെന്നും പ്രധാനമായിട്ടും നമ്മുടെ എംപ്ലോയ്മെൻറ്റിലെ സീനിയോറിറ്റി ലിസ്റ്റ് എങ്ങനെ ഓൺലൈനായിട്ട് പരിശോധിക്കാമെന്നുള്ളതിനെക്കുറിച്ചുമാണ്. വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കും വാർത്തകൾക്കും വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ സ്മാർട്ട് ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അവിടെ അഡ്രസ് ബാറിൽ employment.kerala.gov.in എന്നുള്ള സൈറ്റ് അഡ്രസ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിലോട്ടാണ് എത്തിച്ചേരുന്നത്. ഇവിടെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വിവിധ പദ്ധതികൾ, അതൊക്കെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നതാണ്. നവജീവൻ പദ്ധതി, കൈവല്യ പദ്ധതി, ശരണ്യ പദ്ധതി, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഓഫീസുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഓഫീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിൻ്റെ അഡ്രസ്സുകൾ, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൻ്റെ ഓഫീസ് ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പരൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുടെ ഡീറ്റെയിൽസ്, സ്കീമുകൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കീമുകളെക്കുറിച്ച് അറിയാൻ കഴിയുന്നതാണ്. പിന്നെ താഴെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോമുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ ഓൺലൈൻ സർവീസുകൾ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നുള്ള വെബ്സൈറ്റിലോട്ട് എത്തിച്ചേരുന്നതാണ്. ഇവിടെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കൂടുതൽ വാർത്തകളൊക്കെ അറിയാൻ കഴിയുന്നതാണ്. അതിൻ്റെ സൈറ്റ് അഡ്രസ്സിൽ കയറി കഴിഞ്ഞാൽ വാർത്തകൾ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തവർക്ക് പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇനി എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. തൊഴിലന്വേഷകരുടെ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ രജിസ്ട്രേഷനുള്ള ഫോമുകൾ ഓപ്പണായി വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് സഹായം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻ ഓപ്പണായി വരുന്നതാണ്. തൊഴിലന്വേഷകരുടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഓരോ ഭാഗത്ത് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡാണ് ലഭിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ ഒരു പ്രിൻ്റ് ഔട്ടാണ് ലഭിക്കുന്നത്. നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതാണ്. വീണ്ടും നമ്മൾ ഇതിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ഓപ്ഷനും ഈ സൈറ്റിൽ തന്നെ ഉള്ളതാണ്. ഓൺലൈനിൽ പുതുക്കാൻ അറിയാത്തവർക്കും അതിൻ്റെ മുകളിൽ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സഹായം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗൈഡ് ലൈൻ ഓപ്പണായിട്ട് വരുന്നതാണ്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതെന്നുള്ള ഓപ്ഷനുകൾ വളരെ വിശദമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മേൽവിലാസം സെലക്ട് ചെയ്യാൻ, എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കോളങ്ങളും നമ്മൾ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അതിൻ്റെ പിക്ചർ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് നോക്കി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയുന്നതാണ്. അതിന് മുമ്പോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഐ ഡി ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഫോട്ടോ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് നമ്മുടെ ഐ ഡി കാർഡ് നമ്പർ ഉള്ളതെന്നൊക്കെ അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷനൊക്കെ പുതുക്കാൻ കഴിയുന്നതാണ്. വീണ്ടും നമ്മുടെ ഹോം പേജിൻ്റെ താഴോട്ട് വരുമ്പോൾ സീനിയോറിറ്റി ലിസ്റ്റ് പരിശോധിക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്. സീനിയോറിറ്റി ലിസ്റ്റ് കാണുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു വിൻഡോ ഓപ്പണായി വരും. അവിടെ ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഭാഗത്ത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ ലിസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ, എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ നമ്മുടെ മാത്രം നോക്കണമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഏത് വർഷമാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത് അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് അതിൻ്റെ ലിസ്റ്റുകൾ ഓപ്പണായിട്ട് വരുന്നതാണ്. ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനെതിരെ നമുക്ക് അപ്പീലുകളൊക്കെ കൊടുക്കാൻ കഴിയുന്നതാണ്. അതാണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത്. താഴോട്ട് നോക്കിയാൽ
നമുക്കിതിൻ്റെ ലിസ്റ്റുകൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നമുക്ക് നോക്കാവുന്നതാണ്. നമ്പറുകൾ, അതിൻ്റെ പ്രായപരിധികളൊക്കെ കൊടുത്തിട്ടുണ്ട്. 18 മുതൽ 41 വരെ, പിന്നെ 18 മുതൽ 50 വരെ. ഡ്രൈവർമാർക്കൊക്കെ ആണെങ്കിൽ 18 മുതൽ 39 വയസ്സ് വരെയൊക്കെയാണ് പ്രായപരിധി പറയുന്നത്. ഓരോ തസ്തികയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. VHSC പഠിച്ചവരുടെ ആണെങ്കിൽ അങ്ങനെ, ഡിഗ്രി പഠിച്ചവരുടെ ആണെങ്കിൽ അങ്ങനെ, മെട്രിക്കുലേഷൻ ലെവലിലുള്ളവരുടെ അങ്ങനെ, പിന്നെ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിലൊക്കെ പഠിച്ചവർക്ക് അങ്ങനെ പ്ലംബർ, ഇലക്ട്രീഷ്യന്മാർ, ഫാർമസിസ്റ്റ്, ടൈപ്പിസ്റ്റ്, അങ്ങനെ കുറേയധികം ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ അതിനനുസരിച്ചുള്ള ലിസ്റ്റുകളൊക്കെ നമുക്കെടുത്ത് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ആ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചറിയാവുന്നതാണ്. VHSC പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സൈഡിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് വരുന്നതാണ്. പിന്നെ ഡിഗ്രി ലെവലിൽ പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും. LD ടൈപ്പിസ്റ്റ് പഠിച്ചവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ എടുത്ത് നോക്കാവുന്നതാണ്. നമുക്കിതിലേതെങ്കിലും ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സൈഡിൽ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് ഓപ്പണായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഈ റെഡ് കളറിൽ കാണുന്നതൊക്കെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കാർഡ് ലാപ്സായി പോയതൊക്കെയാണ് കാണിക്കുന്നത്. സൈഡിൽ കാണിക്കുന്ന നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേര് സീനിയോറിറ്റി ലിസ്റ്റിൽ എത്രാമതാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓരോ പേരിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ റെഡ് മാർക്ക് കാണിക്കുന്നത് സമയാസമയങ്ങളിൽ കറക്റ്റായിട്ട് പുതുക്കാൻ കഴിയാതെ പോയവരുടെ ലിസ്റ്റുകളൊക്കെയാണ് റെഡ് കളറിൽ കാണിക്കുന്നത്. അങ്ങനെ വരുന്നവരുടെയൊക്കെ ലാപ്സായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ ഈ റെഡ് കളർ കാണിക്കുന്നത്. ഈ ലിസ്റ്റുകളിൽ ഒരുപാട് പേരുകളൊക്കെ ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടേത് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതിനായിട്ട് മുകളിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ ഓർ കാൻഡിഡേറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം അവിടെ കാണാൻ കഴിയുന്നതാണ്. അതിനകത്ത് നമ്മുടെ പേര് എത്രാം സ്ഥാനത്താണ് കിടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ്. നമ്മുടെ പേര് കാണിക്കും, നമ്മുടെ കാറ്റഗറി ഏതെങ്കിലും പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് നോക്കി ഓരോന്ന് നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓരോന്നും എടുത്ത് നമുക്ക് അതിനകത്ത് നമ്മുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ എത്രാമതാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ്.